വചനോദയം. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 8, 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസേയരുടെയും ഹെറോദേസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെയിരിക്കുവിൻ. അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തതുകൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിനു തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? വചന വിചിന്തനം. പുളിമാവിൻ്റെയും പുളിപ്പിൻ്റെയും രൂപകത്തിലൂടെ യേശു നൽകിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം. ഫരിസേയരുടെയും ഹെരോദേസിൻ്റെയും മനോഭാവങ്ങൾ, പഠിപ്പിക്കലുകൾ, സ്വാധീനം എന്നിങ്ങനെ ആഴത്തിലുള്ള ഒന്നിനെ പ്രതീകപ്പെടുത്താനാണ് യേശു പുളിമാവിൻ്റെ രൂപകം ഉപയോഗിക്കുന്നത്. പുളിപ്പ് പെട്ടെന്ന് തന്നെ എന്തിനോടും വ്യാപിക്കുന്ന ഒരു പദാർത്ഥമാണ്. ഇതുപോലെ ഫരിസേയരുടെയും ഹെരോദേസിൻ്റെയും പഠനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലും വിശ്വാസങ്ങളിലും സൂക്ഷ്മമായി നുഴഞ്ഞു കയറി എല്ലായിടത്തും വ്യാപിച്ച് നമ്മെ തകർക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ലൗകിക മനോഭാവങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അനേകമുണ്ട്. അവയോട് നാം ജാഗ്രത പുലർത്തണം. ചില ഭൗതിക ആശങ്കകൾ ചിലപ്പോൾ നമ്മെ ദൈവത്തിൽ നിന്നും ദൈവിക മൂല്യങ്ങളിൽ നിന്നും അകറ്റാനിടയുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളെയും പ്രാർത്ഥനകളെയും രൂപപ്പെടുത്തുന്ന സ്വാധീനങ്ങളെ പരിശോധിക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. ആത്മീയ വിവേചനം വളർത്തിയെടുത്ത് ലൗകികതയുടെ പുളിമാവ് ഉപേക്ഷിക്കാൻ യേശു ക്രിസ്തുവിലുള്ള യഥാർത്ഥ പോഷണം തേടാൻ നാം പരിശ്രമിക്കണം.